ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിന്റെ തട്ടിപ്പ് ബോച്ചെ ടീയാണ്. നമുക്കറിയാം നമ്മുടെ ബോച്ചെ ഒരു കൊടും തട്ടിപ്പ് വീരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ബോച്ചയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തിരുന്നത് കേട്ടോ. ഇത് ഞാനായിട്ട് പറഞ്ഞ കാര്യമല്ല കേട്ടോ. ബോച്ചെ ഒരു തട്ടിപ്പ് വീരനാണെന്ന് ഞാനല്ല പറയുന്നത്, സാജൻ സ്കറിയയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മറുനാടൻ മലയാളി എന്ന് പറയുന്ന അവരുടെ ചാനലിൽ തന്നെ ബോച്ചയെ കുറിച്ചിട്ട് നമ്മുടെ സാജൻ സ്കറിയ നല്ല രീതിയിൽ വെടിപ്പായിട്ടൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഈ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി കുറേ അധികം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, അതൊന്നും അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള കുറേ അധികം അലിഗേഷൻസും കാര്യങ്ങളും സാജൻ സ്കറിയ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ബോച്ചെ എങ്ങനെയാണ് കൊടും തട്ടിപ്പ് വീരനായത് എന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം. ബോച്ചെ മറ്റൊന്നുമല്ല, ഒരു ബോച്ചെ ടീ എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബോച്ചെ ടീ എന്ന് പറയുമ്പോൾ ഒരു ചായപ്പൊടി, അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കൂപ്പൺ ഉണ്ടാകും. ആ കൂപ്പണിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലവർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ കിടപ്പുവശം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ലോട്ടറിയുമായി സംബന്ധിച്ച കേസാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത്. കാരണം ലോട്ടറി എന്താണോ അത് തന്നെയാണ് ഇതും എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ ലോട്ടറിക്ക് കച്ചവടമില്ല, എല്ലാവരും ബോച്ചെ ടീ അന്വേഷിച്ച് പോവുകയാണ്. ബോച്ചയുടെ ടീ ആർക്കും വേണ്ട, എല്ലാവർക്കും ആ ഒരു കൂപ്പൺ മാത്രം മതി എന്നുള്ള നിലക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരതിൽ പറയുന്നുണ്ട്, ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് ഒരു വ്യക്തി ഒരു കൂപ്പൺ വാങ്ങുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു കൂപ്പൺ ലഭിച്ചു. ആ കൂപ്പൺ ലഭിച്ചതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു തന്നെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിന്റെ തട്ടിപ്പ് ബോച്ചെ ടീയാണ്. നമുക്കറിയാം 2005 കേരള ലോട്ടറീസ് റെഗുലേഷൻ ചട്ടം അനുസരിച്ച് ലോട്ടറി നടത്താൻ സംസ്ഥാന സർക്കാരിന് മാത്രമേ സാധ്യമാകൂ. പേപ്പർ ലോട്ടറി പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂരിനല്ല മറ്റാർക്കും സാധ്യമല്ല. അതേസമയം ബോബി ചെമ്മണ്ണൂർ ലോട്ടറി നടത്തുന്നു, ബോച്ചെ ടീ എന്ന പേരിൽ ലോട്ടറി നടത്തുന്നു. ലോട്ടറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഈ ബോച്ചെ ടീ എന്ന് പറയുന്ന സാധനം ആളുകൾ വാങ്ങുന്നത് ലോട്ടറിക്കാണ്. ഞങ്ങൾ ഒരുപാട് പേരെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു. ഈ ബോച്ചെ ടീയിൽ ആരും ടീ കൊടുക്കുന്നില്ല, എല്ലാവർക്കും വേണ്ടത് കൂപ്പൺ മാത്രമാണ്. അതായത് 40 രൂപയുടെ ചായ, ഒരു പാക്കറ്റ് ചായക്ക് ഞാൻ 1595 മുടക്കേണ്ടി വന്നു. അവർ ഫ്രിഡ്ജിക്കകത്ത് ബാക്കിയുള്ള കുറേ ഐറ്റംസും കൂടെ ഓർഡർ ചെയ്താൽ ചായ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്തു. പക്ഷേ ചായ വന്നപ്പോൾ അത് അതിലും വലിയ തട്ടിപ്പ്. ഇതാണ് ഞാൻ ഇന്ന് ഏപ്രിൽ 28 ഓർഡർ ചെയ്തിട്ട് എനിക്ക് മിനിഞ്ഞാന്ന് തിങ്കളാഴ്ചയാണ് എനിക്ക് സാധനം കൈ കിട്ടുന്നത്. ഞാൻ ഇന്നലെ ഇത് വൈകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള കൂപ്പൺ, സ്ക്രാച്ച് കൂപ്പൺ എടുത്തു കഴിഞ്ഞപ്പോൾ 2 പീസായിട്ടാണ് എനിക്ക് അതിനകത്ത് കിട്ടുന്നത്. ആ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കയറി പോയതാവാം, അവരെ നമ്മൾ മിസ്റ്റേക്കിൽ വന്നതാവാം എന്ന് വെച്ച് ഞാൻ ഇവർ പറഞ്ഞ നമ്പറിലേക്ക് SMS ചെയ്തപ്പോൾ SMS-ൽ എനിക്ക് വന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വേറെ ആരോ യൂസ് ചെയ്ത സാധനമാണ് എനിക്ക് വന്നേക്കുന്നത്. ഇതിനകത്ത് എന്തോ വൻ തട്ടിപ്പുകളുണ്ട്. ഇത് ബോച്ച അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. ഇത് എവിടെയോ ബോച്ച ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പല ബുദ്ധിമുട്ടുകളും പുള്ളിക്കുണ്ടാവും. ഞാനിപ്പോൾ ഏതായാലും ഇതായിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം മറ്റുള്ള ജനങ്ങളിങ്ങനെ പരസ്യം കൊടുത്ത് ഇങ്ങനെ പറ്റിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. ജനങ്ങൾ അറിയട്ടെ, എനിക്കുള്ള അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് സംഭവം. ഈ സാജൻ സ്കറിയ പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതിലുള്ള ചെറിയൊരു ഭാഗം എടുത്ത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ഒരു എന്താ പറയുക 2 കഷ്ണമായിട്ടുള്ള ഒരു ടിക്കറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ബോച്ചെ പറ്റിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ടല്ലേ. ഇനി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കള്ളനോട്ട് അടിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ. നമ്മുടെ സമൂഹത്തിൽ കള്ളനോട്ട് ഇതുവരെ പിടിക്കാത്ത കേസൊന്നുമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബോച്ചയുടെ ഈ ഒരു ടീയിലുള്ള ആ ഒരു ടിക്കറ്റ് കൂടെ ആർക്കെങ്കിലും കള്ളത്തരത്തിലൂടെ അടിച്ചുകൂടെ? അങ്ങനെ ആർക്കെങ്കിലും അത് വിറ്റൂടെ? ഒരു പക്ഷെ ഇങ്ങേർക്ക് അതാണ് കിട്ടിയതെങ്കിലോ? ഒരു പക്ഷേ ഇത് ബോച്ചെ അറിയാത്ത കാര്യമാണെങ്കിലോ? അങ്ങനെയും ചിന്തിക്കണം. അതായത് നമ്മൾ 2 വശം നോക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ബോച്ചയുടെ തട്ടിപ്പാണോ ഇത്, അതും നോക്കണം കേട്ടോ. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ എന്താണെന്നുള്ളത്. ഈ 2 പേരും തന്നെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചൊരവസ്ഥയിലാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാജൻ സ്കറിയ പറയുമ്പോൾ നമ്മുടെ ബോച്ചെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ബോച്ചയുടെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്ന് ബോച്ചെ വളരെ നല്ല രീതിയിൽ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, ബോച്ചെ എന്താണ് പറയുന്നത് എന്നുള്ളത്. ബോച്ചെ ഒരു വെല്ലുവിളിയാണ് അവിടെ ചെയ്തിട്ടുള്ളത്, കണ്ടു നോക്കാം. ഈ ബോച്ചെ ടീ ഒരു തട്ടിപ്പാണ് എന്നതിൽ ഒരു തർക്കവും വേണ്ട. ആ ബോച്ചെ ടീയിലൂടെ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ തന്നെ കോടികൾ സമ്പാദിച്ചു കാണും. ബോബി ചെമ്മണ്ണൂർ എല്ലാ പദ്ധതികളും ഇങ്ങനെ തന്നെയാണ്. ബോച്ചെ ടീ തട്ടിപ്പാണ്. ബോച്ചെ ടീ ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ കോടികൾ ഉണ്ടാക്കി, കോടികൾ തട്ടിച്ചു എന്നാണ് മിസ്റ്റർ സാജൻ സ്കറിയ പറയുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ്, ബോച്ചെ ടീയിലൂടെ, ബോച്ചെ ലക്കി ഡ്രോയിലൂടെ ബോച്ചെ കോടികൾ സമ്പാദിച്ചു, ബോച്ചെ തട്ടിപ്പ് വീരൻ, വെട്ടിപ്പ് വീരൻ, ഉടായ്പ വീരൻ എന്നൊക്കെ പറഞ്ഞു രേഖകൾ വെച്ച് താങ്കൾ പരിശോധിച്ചിട്ട് ഞാൻ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു തട്ടിപ്പ് വീരൻ, ബിസിനസ്സിൽ സമ്പാദിച്ചാലും തട്ടിപ്പല്ല, ഇനി ഞാൻ സമ്പാദിച്ചിട്ടുമില്ല, അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ 10 കോടി രൂപ ഞാൻ വരും, ഒരു ചെക്കായിട്ടാണ് വരിക. ഇനി അല്ല ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ എനിക്ക് 10 കോടിയൊന്നും വേണ്ട, ഞാൻ വെറുതെ കിട്ടുന്നത് ഒന്നും വാങ്ങില്ല. എന്റെ ഫാദർ. അപ്പോൾ ബോച്ചയും ഇതിൽ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. അവരുടെ ഒരു ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു തട്ടിപ്പല്ല എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ് ബോച്ചെ പറയുന്നത്. പക്ഷേ ഇതിൽ അവസാനമായിട്ട് ബോച്ചെ ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? 10 കോടി രൂപയുടെ ഒരു ചെക്ക്, 10 കോടി രൂപയുടെ ഒരു ചെക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് സാജൻ സ്കറിയ ഇക്കാര്യം തെളിയിക്കുകയാണെങ്കിൽ, ബോച്ചെ ടീ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ് എന്ന് സാജൻ സ്കറിയ തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്
10 കോടിയുടെ ഒരു ചെക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. വേറെ വല്ലതും വേണോ? സാജൻ സ്കറിയ ഇനി ഒരിക്കലും നോക്കിയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കിയിട്ട് അദ്ദേഹം വരും. അങ്ങനെ തന്നെയല്ലേ, അത് തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ പുറത്ത് വരിക തന്നെ വേണം. അതിനിപ്പോൾ ഏത് പോച്ചയാണെങ്കിലും ആരാണെങ്കിലും, അദ്ദേഹം എത്ര വലിയ നന്മമരമാണെങ്കിലും തട്ടിപ്പാണെങ്കിലും അത് പുറത്ത് വരിക തന്നെ വേണം. 10 കോടി അല്ലെങ്കിൽ 20 കോടിയാണെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞത് കൊടുക്കുകയും വേണം. അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ബോച്ചെ എന്ന് പറയുന്നത് ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. അദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ വെല്ലുവിളി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 10 കോടിയാണ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ബോച്ചയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ വലിയൊരു നെന്മമരം തന്നെയാണ്. കാരണം ഞാനടക്കം അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ. കാരണം നമ്മുടെ അബ്ദുൽ റഹീമിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ കിടപ്പാടമൊന്നും ഇല്ലാത്ത ആ ഒരു കുട്ടിയുടെ വീഡിയോ നോക്കുകയാണെങ്കിൽ, ഇവരൊക്കെ ബോച്ചെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റാരും മുന്നോട്ട് വരാത്ത ഒരവസ്ഥയിൽ എത്രയോ പണക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അറിയപ്പെടുന്ന പണക്കാരുണ്ട്. അവരൊന്നും എത്താത്ത ഇടത്തേക്ക് നമ്മുടെ ബോച്ചെ എത്തി എന്നുള്ളതാണ്. അബ്ദുൽ റഹീമിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ബോച്ചെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് മാത്രമാണ് റഹീമിന് ഇപ്പോൾ വധശിക്ഷ ഇല്ലാതെ ഇങ്ങോട്ട് എത്താൻ കഴിയുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനിടയിലാണ് ഇപ്പോൾ ബോച്ചെ കൊടും തട്ടിപ്പ് വീരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മറുനാടൻ മലയാളി രംഗത്ത് വന്നിട്ടുള്ളത്. ഏതായാലും വൈകാതെ തന്നെ കാര്യങ്ങൾ പുറത്തു വരും. 10 കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. മറ്റെന്തെങ്കിലും വേണോ? ലക്ഷങ്ങളൊന്നുമല്ല, കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും മറുനാടൻ ഇനി രംഗത്ത് വരുമെന്ന് കരുതുന്നു. ബോച്ചെ ഒരു തട്ടിപ്പ് വീരനാണെങ്കിൽ അത് പുറത്ത് വരിക തന്നെ ചെയ്യണം. അതല്ല വെറുതെ എന്തെങ്കിലും ഒരു കണ്ടന്റ് അടിച്ചിറക്കിയതാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള പണി അങ്ങനെയും കിട്ടണം. അപ്പോൾ ഏതായാലും അത് നടക്കട്ടെ. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ജസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.